ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിലമ്പൂർ പാട്ടോത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ തന്നെ ഞാനതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ പരമാവധി കുറച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും, എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അപ്ലോഡ് ചെയ്തില്ല. വേറൊന്നുമല്ല, മടിയായതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയ മടിയാണ്. അപ്പോൾ നമ്മൾ പോയി നമ്മളവിടെ എത്തിയിട്ടോ ഗൈസ്, നിലമ്പൂർ എത്തിയിട്ടുണ്ട്. വിട്ടുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കച്ചവടക്കാരെ കാണുമ്പോഴാണ് നല്ല രസം. നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്, പ്രത്യേകിച്ച് ഗേൾസിന്. കാരണം മക്കൾക്കും ബലൂൺസ്, പിന്നെ കളിപ്പാട്ടങ്ങൾ, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ നമ്മളവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് കയറി. ആ കാണുന്നത് മരണക്കിണറാണ്. ഇപ്പോൾ മരണക്കിണറിൻ്റെ അവിടെ വിളിച്ചു പറയുന്ന ആളാണത്. അപ്പോൾ ഭയങ്കര ഭയങ്കര കോമഡി ആട്ടോ. പെണ്ണുങ്ങളെ സൗണ്ടിലും ആണുങ്ങളെ സൗണ്ടിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളതിൻ്റെ അകത്ത് കയറി മരണക്കിണർ. അപ്പോൾ നമ്മൾ കയറി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ രസം മാത്രമല്ല, പക്ഷെ നമുക്ക് ഭയങ്കര പേടിയാട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ വിറക്കുകയാണ്. കാരണം കുറേ സമയം ഉണ്ടായിരുന്നു അത്, പക്ഷെ വീഡിയോ കുറേ സമയം എടുത്തിട്ടില്ല. കാരണം സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ വിറക്കുകയാണ്, കൈ വിറക്കുക, നമുക്ക് എടുക്കാൻ കഴിയണില്ല ശരിക്കും. കുറച്ചൊക്കെ എടുത്തു അത്ര. പിന്നെ അത് കഴിഞ്ഞ് ഇതൊരു ട്രെയിനാണ് കേട്ടോ. ട്രെയിനിൽ കയറാമെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ മക്കൾ എൻ്റെ കുഞ്ഞാമ്മേൻ്റെ മോളും അതുപോലെ വേറെ ഒരു അനിയത്തിയുടെ മോളും കേട്ടോ ഒപ്പം ഉള്ളത്. പിന്നെ ഞാനും മോനും. അപ്പോൾ മക്കളെ ഒറ്റയ്ക്ക് കയറ്റാൻ പറ്റില്ലല്ലോ, കാരണം അവർക്ക് പിടിക്കാൻ കഴിയില്ലല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. ഞാൻ ഭയങ്കര ധൈര്യശാലിയായിട്ട് കയറിയതാണെങ്കിലും സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു ഇപ്പോൾ അതിൽ കയറിയപ്പോൾ. അങ്ങനെ അതിൽ കയറി പോയി കുറച്ച് സമയം അതും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാനുള്ള മടിയതാണ്. ഒരുപാട് പറയണം, എന്താണ് പറയേണ്ടതെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ്. പിന്നെ ഇടയിൽ സോങ് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു 2 അതിലൊന്നും ഞങ്ങളാരും കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ കാർ, അതിൽ മോളും മോനും അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അത് അത്ര സ്പീഡൊന്നുമില്ല കേട്ടോ, അവരെ കൈ വെച്ച് ഇങ്ങനെ കറക്കി കൊടുക്കണം. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ഈ ഒരു സാധനം അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കുട്ടികൾ. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ മക്കളും നമ്മുടെ കൂടെ വന്ന കുട്ടികളെല്ലാവരും ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർക്കാണ് സത്യത്തിൽ എൻജോയ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ അവർ കയറി, അവർക്ക് ഒരുപാട് സമയം കളിച്ചു. പിന്നെ ഈ സാധനം കണ്ടോ, ഇത് ഭയങ്കര സ്പീഡുമാണ്. നമുക്കിതിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ തല ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ കയറിയിട്ടില്ല. കാരണം പേടി തന്നെയാണ് കേട്ടോ. ഒന്നാമത് വന്നവർക്ക് എല്ലാവർക്കും പേടി. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായ 2 പെട്ടെന്നാണ്, അപ്പോൾ അവർക്ക് കയറാനും പറ്റില്ലല്ലോ. പിന്നെ ഞാനും കയറിയില്ല. പിന്നെ ഈ ഒരു സെക്ഷനായിരുന്നു എന്നെ വല്ലാതെ ആകർഷിച്ച സംഭവം. എന്നെ നല്ല ഒട്ടുമിക്ക ഗേൾസിനെയും ആകർഷിക്കുന്ന ഒരു സംഭവം ഇത് തന്നെയായിരിക്കും. അവിടെ കയറി ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ കേട്ടോ. പിന്നെ നല്ല വില കൂടിയ സാധനങ്ങളും ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് കമ്മൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. കാരണം അതൊന്നും ഉപയോഗിക്കില്ല, വെറുതെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊന്നും വാങ്ങിയില്ല. പിന്നെ കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോക്കും ഓരോ ഫാന്, ആ കയ്യിൽ പിടിച്ച് കറക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ ഫാന് വാങ്ങി. പിന്നെ എനിക്കൊരു കീ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാ. ഈ കീ ചെയിൻ ഇതിലൊരു നല്ല കട്ട കളർ പിങ്ക് ഉണ്ട്, അതാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.